പുതിയ റൗത്തുలు ദയിക്കട അങ്ങനെ ദയിച്ചിട്ട് സുബൈക്ക് ഇങ്ങനെ നാഷ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും പെഞ്ഞായി അപ്പുറത്ത് ഈ വാഷാക്കിയിട്ട് തുണി ആർത്തിട്ടത് കണ്ടിട്ട് ആ കണ്ടിലെ ഗ്ലാസ് ഇങ്ങനെ നോക്കിയിട്ട് മാപ്പിളിട്ട് ചൂടാറ് അപ്പുറത്തോത്തൊരു പെണ്ണിങ്ങ ഡ്രസ്സെല്ലാം കലകിയിടാ നോക്കോള ഒരു തെല്ലെങ്കിലും ക്ലീൻ ഉണ്ടാ നോക്കോ അവർക്കൊരു കൽഗോ പോലും ബണ്ടിലെല്ലാം ചെന്നിട്ടു അപ്പുറത്തോത്ത് ആ പെണ്ണിങ്ങ ആ തുണി കലകിയതിന്റെ വിഷയത്തിൽ ഇങ്ങനെ ചൂടാ അപ്പൊ മാപ്പിലെന്തും ഉണ്ടല്ല അങ്ങനെ ഓരോ നാളും ആ വിഷയത്തിൽ ഇങ്ങനെ ചെന്നുകൊണ്ടിരിക്കുമ്പോ ഒരു തിങ്കൾ കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഒരു നാള് നോക്കുമ്പോ അപ്പുറത്തുള്ള പെണ്ണിങ്ങ കലകിട്ട് ആർത്തിട്ട കണിക്കത്തെ ആ തുണിയെല്ലാം ഭാരി ചന്ത ഭാരി ക്ലീന് കണ്ടോണ്ടുണ്ട് അപ്പൊ ഈ പെഞ്ഞായി മാപ്പിളിച്ചുള്ള അതുകൊണ്ട് ആറുഭാവം കൽഗോ വഴിപാട്ടിയും ഇത്ര നാള് ഊര് കലകിയത് കാണുമ്പോഴത്തേക്ക് ബേജാറായിട്ട് ഒരിപ്പോ കൽഗോല്ല പഠിച്ചാല് കാണുന്നുണ്ട് അപ്പൊ മാപ്പിള ചൊല്ലാ ഇന്റെ നാണ് നീനടിക്കിടയ്ക്ക് മുന്നോലെ എണിച്ചിട്ട് ആ കണ്ണിലെ ഗ്ലാസ്സെല്ലാം ഒന്നാണ് തോത്തിയെ ആ കണ്ണിലെ ഗ്ലാസ്സെല്ലാം ഒന്നാണ് തോത്തിയതായിട്ടിക്കട് എന്റെ ഗ്ലാസ് ക്ലീൻ ആയിട്ടാവുമ്പോഴേക്കട് എനിക്ക് എന്തായോ അപ്പുറത്തെ തുണി ചന്ത കണ്ടോണ്ട് അപ്പൊ ഇത്രത്തോളം പ്രോബ്ലം ആയിട്ട് ഇന്ന് അവലെ അപ്പുറത്തെ തുണിക്കല്ല ഞങ്ങളെ ആ കണ്ണിലെ ഗ്ലാസ് ആയിട്ടിക്കട് തോല് പിടിച്ചിട്ടും ഗലീജായിട്ട് ഇന്നേറ്റ് ആ മാപ്പിള പെഞ്ഞാരോട്ടി ചൊല്ലും അപ്പൊ ഇതുപോലെ ടിക്കട് പരിശുദ്ധമായ ഖുർആനില് ഞങ്ങളെ കൽബ് ഞങ്ങളെ ഹൃദയത്തെ സംബന്ധിച്ചിട്ട് അതൊരു കണ്ണാടി പോലെ ഗ്ലാസ് പോലെ ആയിട്ട് സൂറത്തുന്നൂർ ചൊല്ലും ഞങ്ങളെ ഹൃദയം ചൊല്ലത് അതൊരു കണ്ണാടി പോലെ ആയിട്ടിക്കട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊല്ലും ഞങ്ങൾ ഓരോ തപ്പുങ്ങാക്കുമ്പോഴത്തേക്കോ ഓരോ നുക്തത്തും സൗദ ഒരു കറുത്ത ഡോട്ട് ഞങ്ങളെ ആ ഹൃദയത്തെ മേൽ അള്ളാഹു ഇടാണ്ടായിരിക്കും ഓരോ ഡോട്ടും അങ്ങനെ ആ ഡോട്ട് ഇങ്ങനെ ഭൂത പോലെ ഞങ്ങളെ കൽബിങ്ങനെ കറുത്തോണ്ട് കൊണ്ട് ആ കൽബിയുടെ ശുദ്ധിയായിട്ട് തക്കുവാൻ ചൊന്നേൽ കണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങൾ റമദാൻ എന്തെങ്കിലും കേട്ടെങ്കിൽ ഖുർആന്റെ വാക്കിങ്ങനെ ആയിട്ട് ലഅല്ലക്കും തത്തഖൂൻ നിങ്ങൾ തഖ്വയുള്ള ആൾമാരാവുകയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നെഞ്ഞിലെ മേൽ കൈ വെച്ചുള്ളൂ അത്തഖ്വാ ഹൗന എവിടെ ഇട്ടിട്ട് തഖ്വ ഉള്ളൂ എവിടെ കൽബ് ആ കൽബ് ശുദ്ധിയാവാനായിട്ട് തഖ്വ ചൊല്ലൽ അപ്പൊ അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഞങ്ങളുടെ ശരീരം ഞങ്ങൾ എത്ര ശുദ്ധിയാക്കിടാണ്ടല്ല വിഷയ ഞങ്ങളുടെ മനസ്സ് എത്ര ശുദ്ധി കൊണ്ടുണ്ടായിട്ടിക്കടെ ആ മനസ്സ് എത്ര ക്വാളിറ്റി കൊണ്ടുണ്ടായിട്ടിക്കടെ ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം ആർക്ക് സ്വർഗ്ഗത്ത് പോകാവുന്നതായിട്ട് ഖുർആൻ ചൊല്ലുമ്പോൾ ഖുർആൻ ചൊന്ന പോലെ ബിഖൽബിൻ സലീം ശുദ്ധമായ മനസ്സ് ആ മനസ്സുള്ളവണായിട്ടിക്കടെ ഫി ഖുലൂബിഹിം മറദ് അല്ലെ ആ ഹൃദയത്തില് രോഗം വന്നു പോയിട്ടിന്നേനെ കണ്ടെങ്കിൽ ആ രോഗം ഇന്നേനെ കണ്ടെങ്കിൽ അത് ആ സ്വർഗത്ത് പോകുന്ന എനിക്കത്തെ ഒരു തടസ്സമായിട്ട് നിൽക്കണം. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളെ മനസ്സിന് ശുദ്ധിയായിട്ടിക്കണം. പല നിലക്കുള്ള നഞ്ചി കിബർ അസൂയ ഇങ്ങനെ തുടങ്ങിയിട്ട് പല രോഗങ്ങളും നിങ്ങളെ ഹൃദയത്തിക്ക് പത്തിട്ടിക്കണം. ആ മനസ്സ് ശുദ്ധമാവാണ്ട് ഏതും റബ്ബക വേണ്ടാണ്ടായിട്ടിക്കണം. അല്ലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലും നിങ്ങളെ കോലത്തുക അല്ലെങ്കിൽ നിങ്ങളെ തടിക്ക് നിങ്ങളെ മുഖത്തുകല്ല പഠിച്ചു നോക്കണത് നിങ്ങളെ മനസ്സ് എങ്ങനെ കൊണ്ടുകൊണ്ടായിരിക്കും. അപ്പോ ഈ പരിശുദ്ധമായ റമദാൻ ആ മനസ്സ് ശുദ്ധമാക്കൂലെനിക്ക് ഒരു നല്ല ടൈം ആയിട്ടിരിക്കണം. ഒരു മനസ്സ് ശുദ്ധമായിട്ട് കണ്ടെങ്കിൽ അല്ലെ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടുണ്ട് മദീനത്തെ പള്ളിയിൽ. അവനെ പിത്തങ്ങ ചൂടി ഇപ്പൊ ഈ സദസ്സ് ഒരാളുമുണ്ട് അയാൾ സ്വർഗത്താലായിട്ടിരിക്കണം. അപ്പൊ എനിക്ക് ഒരു സ്വഹാബി ഒരു പാവപ്പെട്ട ഒരു സാധുവായ ഒരു സ്വഹാബി അയാൾ ഒരു ചെറുപ്പും പിടിച്ചിട്ട് ഇങ്ങനെ പണ്ട് സദസ്സിൽ പിറ്റേനാളിലെ ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ ചൊല്ലുക ഒരാളിപ്പോ പണ്ട് ഹുവമിൻ അഹലിൽ ജന്ന അയാൾ സ്വർഗത്താലായിട്ടിരിക്കണം. അപ്പൊ നബിസുള്ള ഈ സ്വഹാബത്തുൽ കിറാമല്ല ഒരു ക്യൂരിയോസിറ്റി ആറ് ഭാവം ഇത് ആറായിട്ടിക്ക് പണ്ടോണ്ട് നോക്കുമ്പോ ഇന്നലെ വന്ന അതേ മനുഷ്യ
മൂന്നാമത്തെ നാൾ നിമിത്തം ഇതേ റിപ്പീറ്റ് ആക്കിട് വന്ന മനുഷ്യായാലായിട്ടിക്കട്. അപ്പൊ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു മനസ്സിലാവടോ, ഇയാൾ എന്തിനാ ഇങ്ങനെ സ്വർഗത്താലാകൂലേ, കാണെന്തിനായിട്ടിക്കും, ഇയാൾ എന്തെങ്കിലും നക്കൊന്തിലാട്ട് എന്തെങ്കിലും പുതിയ ഇബാദത്ത് മാത്രം എടുക്കണ മാത്രം സ്വഹാബത്ത് ചിന്തിക്കുക എങ്ങനെ ആയിട്ടിക്കും. അപ്പൊ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു സ്വഹാബിരിൽ ഒരു റീസൺ ചൊന്നിട്ടു, നക്കും നിങ്ങൾ ഔത്തുൽ ജന്നത ദൈക്കോല്ലോ ഒരു സൗകര്യമാക്കി തന്നോണ്ട് സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു അയാൾ റിക്വസ്റ്റ് ആണ്. എന്നിട്ട് ഒരു 3-4 ഈ സ്വഹാബിന് ഔത്തുൽ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു ദൈക്കണ്ടായിരിക്കും. വെച്ചിട്ട് കംപ്ലീറ്റ് നോക്കൂടി ഇയാൾ എന്തെങ്കിലും എക്സ്ട്രാ മാത്രം ഇബാദത്ത് എടുക്കട, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഇയാള് ഞങ്ങൾ എടുക്കാത്ത എന്തെങ്കിലും ദിക്റ, അല്ലെങ്കിൽ ചാവ് ഫുള്ള് മാത്രം നിസ്കരിക്കട, എന്തും എക്സ്ട്രാ ഒന്നും കാണില്ല, എന്തോ ഒരു ചേഞ്ചസ് ഇയാളെ ഇബാദത്തിലൊന്നും കണ്ടോണ്ടില്ല. അപ്പൊ മൂന്നാമത്തെ നാൾ ഔത്രി ഇനി പറമ്പത്തുക്ക് സഅദ് ഇബ്നു വഖാസ് റളിയല്ലാഹു അൻഹു ഉറപ്പുള്ളൊക്കെ ചൊല്ലു, നിങ്ങൾ 3-4 ഞങ്ങളുടെ സദസ്സുക്ക് വന്നിട്ടാവും നിങ്ങളെ സംബന്ധിച്ച് മുത്തുനബി തന്നെ ചൊന്ന പലക്കെതിരെ എന്തെങ്കിലും നിങ്ങൾ സ്വർഗത്താലായിട്ടിക്കണ്. അപ്പൊ നിങ്ങൾ സ്വർഗത്താലാകുള്ള റീസൺ എന്തോ കാണേന്ദ്രേ അത് ഒന്ന് നോക്കുകയായിട്ട് ഇത്ര നാളെ നിങ്ങളൊട്ടിക്ക് നാ കൂടിയത്. അപ്പൊ ആ മനുഷ്യ ആ സ്വഹാബി ഒരു വിഷയം ചൊല്ലു, നക്ക് എക്സ്റ്റെന്തും ഇബാദത്തൊന്നും നക്കില്ല, പക്ഷെ നക്ക് ഒന്നും എന്റെ മനസ്സിൽ ആറുട്ടിയൊരു പക നഞ്ച് ആറ് എത്ര കിട്ടിയത് കണ്ടെങ്കിലും ഒരു നന്റെ മനസ്സിൽ ഓർന്നില്ല, ആരെയും ഒരു ബേജാറാവട്ടെ ഒരു പകയാവട്ടെ എന്തും തന്റെ മനസ്സിലില്ല എന്ന് സ്വഹാബി ചൊല്ലു. അപ്പൊ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു ചൊല്ലു, അതായിട്ടിക്കടെ നിങ്ങൾ സ്വർഗത്തെ അഹ്ലുകാരിൽ പെടുക കാരണമാണ്. അപ്പൊ മനസ്സ് ശുദ്ധമായെങ്കിൽ ആരുടെയും പകയില്ലാത്ത, ബേജാറില്ലാത്ത, കിബറില്ലാത്ത, അർസയില്ലാത്ത ഗണിക്കത്തെ ആ ഒരു വിശാലമായ മനസ്സ് അതായിട്ടിക്കടെ ഒരു മനുഷ്യരുടെ ഏറ്റവും വലിയ ക്വാളിറ്റിയും ചൊല്ലത്. അല്ലിപ്പോ നിങ്ങൾ മനസ്സിൽ അല്ലെ നിങ്ങൾ ഒരു ഇബാദത്ത് എടുക്കുമ്പോഴത്തേക്കും ഒരു നിസ്കരിക്കുമ്പോഴത്തേക്കും നാനൊരു നിസ്കരിക്കണോ, അല്ലെങ്കിൽ നാനൊരു ഇബാദത്ത് കാണാൻ ചൊല്ലി എനിക്കത്തെ ഒരു ചിന്തന, അല്ലെങ്കിൽ അവനേക്കാൾ ഹൈറായിട്ടിക്കിടാൻ ചൊന്ന എനിക്കത്തെ ആ ഒരു മനസ്സ് കൺസെപ്റ്റ് മാത്രം മനസ്സ് പത്ത് വൈദ്യുണ്ടെങ്കിൽ ഞങ്ങൾ ഇബാദത്ത് ഒന്നും പടച്ചറുപ്പുക വേണ്ടാണ്ടിരിക്കണം. അതുകൊണ്ട് ആ ഫസ്റ്റ് ഗണങ്ങ അല്ലെ ഞങ്ങളെ കൽബായിട്ടിക്കട് ശുദ്ധമായി മാക്കണായത് അത് ഈ റമദാനിൽ ഞങ്ങളെ ചേഞ്ചസ് ആവും. റമദാൻ ചൊന്ന ഒരു പരിവർത്തനമായിട്ടിക്കട് നല്ല മനസ്സ് ആരൊട്ടിയും പകയില്ലാത്ത എനിക്കത്തെ നല്ലൊരു മനസ്സ് തഖ്വ കൊണ്ടെന്ന് പറയണേ പടച്ച റബ്ബുടെ പേടിക്കണ എനിക്കത്തെ നല്ലൊരു മനസ്സ് ആ റബ്ബ് ചൊല്ല എനിക്കത്തെ പേര് മഹാനായിട്ടുള്ള അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മരുഭൂമിയിൽ ഇങ്ങനെ പോയോണ്ടിരിക്കുമ്പോൾ ആട് മേയ്ക്കണ മനുഷ്യരെ കാണും. ആട് മേയ്ക്കണ മനുഷ്യരെ കാണുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അയാളിൽ കേൾക്കണ ഒരു ആട് നിങ്ങൾ തരമാ നല്ലൊരു കാസ് നിൽക്കുന്ന തന്നെ. അപ്പൊ അയാൾ ചൊല്ലു, ഈ ആട് തന്നെ ഇത് നല്ലതല്ല, ഇതിലെ യജമാന വേറെ ഇടിക്കണം. അപ്പൊ അയാൾ ചൊല്ലു, നിങ്ങൾ ഒരു സൊറാക്കോറു നിങ്ങൾക്ക് നല്ലൊരു പൈസ നാത്തണ്ടേ, നിങ്ങ യജമാനിൽ ചൊല്ലു ഈ ഒരു ആട് ചെന്നായ അത് വച്ചു പോയിട്ട് തിണ്ടോ പോയിട്ട് ചൊല്ലു അങ്ങനത്തെ റീസൺ ചൊല്ലു, പക്ഷെ നിങ്ങക്ക് നല്ലൊരു പൈസ കിട്ടല്ലേ. അപ്പൊ ആ മനുഷ്യ ചൊല്ലു, അപ്പൊ വരില്ല നന്റെ യജമാന ഊണായിട്ടിണ്ടെങ്കിലും യഥാർത്ഥത്തിലൊരു യജമാനല്ല റബ്ബ്. ആ റബ്ബടെ എന്തിനാ ചൊല്ലട്ടെ, ആ യജമാന്റെ എന്തിനാ ചൊല്ലട്ടെ, ആ യജമാന്റെ ആ കണ്ണ് എങ്ങനെയായിട്ടിക്കിടുന്ന ആ തപ്പാട്ടത്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അതിശയപ്പെട്ടു പോയിട്ടുണ്ട് അല്ലെ അൽ ഇഹ്സാൻ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് കേക്കടെ, നബിയെ മൽ ഇഹ്സാൻ എന്തിനായിട്ടിക്കട് ഇഹ്സാൻ ചൊന്നേന് കണ്ടെങ്കിൽ അപ്പൊ ആയിട്ടിക്കാൻ തഅബുദുല്ലാഹ് അല്ലാഹുവിനെ നീ ആരാധിക്കലായിട്ടിക്കട്. ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക് നീന നിന്റെ റബ്ബിനെ കാണില്ലാണ് കണ്ടെങ്കിലും നിന്റെ റബ്ബ് നിരന്തരമായിട്ട് കണ്ടോണ്ടുള്ള ചൊല്ലിക്കത്തെ ആ ഒരു ബോധത്തിലായിട്ടിക്കടെ റബ്ബിനെ നീ ഇബാദത്ത് എടുക്കുക. അതായിട്ടിക്കടെ ഇഹ്സാൻ, അതായിട്ടിക്കടെ തഖ്വയുടെ മുത്ത് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പടിപ്പാടി തന്ന ആ ഒരു അവസ്ഥയ്ക്ക് നിങ്ങളുടെ ജീവനെ എത്രയുണ്ട് കണ്ടെങ്കിൽ അതായിട്ടിക്കടെ മുത്തഖി ആവണോ സ്വർഗത്ത് പോകണം കണ്ടെങ്കിൽ നിന്നിട്ടായിട്ടിരിക്കുന്നതാണ് കബൂലാക്കുന്നത് സ്വീകരണം. ഇപ്പൊ ഇത്ര നിസ്കരിച്ചെങ്കിലും നോമ്പിടിച്ചതിന് കണ്ടെങ്കിലും പക്ഷെ അത് കബൂലാവണോ ചൊല്ലി എനിക്ക് ഒരു നെയ്യത്ത് നൻകൊണ്ടു അല്ലെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബത്തെ പുനർനിർമ്മാണാക്കി. ഇത് യർഫു ഇബ്രാഹിമുൽ ഖവായിദ മിനൽ ബൈത്ത് ഇസ്മായിൽ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയുടെ കഅബത്തെ പുനർനിർമ്മാണാക്കി. പിന്നെ ദുആന്റെ ഒരേ ദുആയിട്ടിരിക്കുന്നത്
റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. റബ്ബേ, ഈ ഒരു നന്നാക്കിയ ഈ ഒരു സ്വറ, ഈ ഒരു കഅബ പുനർനിർമ്മാണ നീ കബൂലാക്കുന്നോണ്ട് മാത്രമായിട്ട് അണ്ട് മഹാനായിട്ടുള്ള ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, മഹാനായിട്ടുള്ള ഇസ്മായിൽ നബി അലൈഹിസ്സലാം ദ്വാരക്കെടുത്ത്. പക്ഷെ ആ ഒരു കബൂലിയത്ത് കിട്ടുന്നുണ്ടെങ്കിൽ തഖ്വയുള്ള ആൾമാരിൽ നിന്നിട്ട് മാത്രമായിട്ട് കിടന്ന സ്വീകരി ഇന്നമാണ്ട് കൊടുക്കുന്നത് മാത്രം നടത്തത്ത് കേട്ടിക്കിട. ആ തഖ്വയുള്ള ആൾമാരിൽ നിന്നിട്ട് മാത്രമായിട്ട് കിട നാണ് ഇബാദത്ത് സ്വീകരിക്കേണ്ട യജമാനായ റബ്ബ് ചൊന്നതായിട്ട്. അപ്പൊ ഈ റമദാനും ചൊന്നതിനുണ്ടെങ്കിൽ ഇതൊരു ബദലാവരുടെ ഒരു പരിവർത്തനത്തിലെ ഒരു ചേഞ്ചസിലെ എനിക്കത്തെ നാലുങ്ങായിട്ട്. റമദാന് തീരുമ്പോ ലൈഫില് ഒരു ചേഞ്ചസ്, ഞങ്ങളുടെ മനസ്സിൽ ഒരു ചേഞ്ചസ്, ഞങ്ങളുടെ ഇബാദത്തിൽ ഒരു ചേഞ്ചസ് കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ റമദാൻ അത് കബൂലായിട്ടായിരിക്കും. റബ്ബ് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ ഒരു റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന എനിക്കത്തെ കൂട്ടത്തില് അള്ളാഹു നിങ്ങൾ എല്ലാരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. നിങ്ങളുടെ മനസ്സ് അള്ളാഹു ശുദ്ധമാക്കി തരട്ടെ. അല്ലെ ആരായിട്ടിക്കടലെ കൽബ് ശുദ്ധിയായ ആത്മാ അങ്ങായിട്ടിക്കട റബ്ബുക്ക് വലിയ ഇഷ്ടാണ്ട് ഒരു ശുദ്ധമായ നിങ്ങൾക്ക് പഠിപ്പാട്ടി തന്നെ എനിക്ക് ഒരു വിഷയമായിട്ട് ആ നല്ല ഹൃദയമുള്ള നല്ല മനസ്സുള്ള തഖ്വയുള്ള എനിക്കത്തെ ആ ആൽമാരെ കൂട്ടത്തിൽ അള്ളാഹു നിങ്ങൾ എല്ലാരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ സലാമത്തിലാക്കി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു ചാൻസ് തന്നെ